ഗൈസ്, വെൽക്കം ടു യൂട്യൂബ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജസീന മിസ്. എടാ മക്കളെ, എല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ ചൂടിലായിരിക്കും അല്ലേ? എക്സാം അടുത്തിട്ടുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയത്തിലൂടെയാണ് എൻ്റെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ടെൻഷൻ വേണ്ട, ഹിന്ദിയുടെ കേസിൽ ടെൻഷൻ വേണ്ട. നോക്കിക്കേടാ, ഇതുപോലെ ആയിരിക്കും എൻ്റെ മക്കൾ ഹിന്ദി എക്സാം എഴുതി കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നതും പേപ്പറുമായിട്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്നതും. യെസ്, അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട് മിസ് വന്നിരിക്കുകയാണ്. നമുക്ക് ആകെയുള്ള ടെൻഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ഓരോ ചാപ്റ്റേഴ്സിലും ഏതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഈ ചാപ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രീതിയിൽ എഴുതിയാലാണ് മാർക്ക് കിട്ടുക, ഇതൊക്കെ ആയിരിക്കില്ലേ? യെസ്, അതിനാണ് മിസ് വന്നിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതങ്ങ് സ്വീകരിക്കുക, പഠിക്കുക, തകർത്ത് എക്സാം എഴുതുക. യെസ്, സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഹിന്ദി നമുക്ക് പൊളിക്കണ്ടേ, പൊളിച്ചെടുക്കണ്ടേ? യെസ്. ദെൻ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലടാ ഗാന്ധിജിയുടെ ചാപ്റ്റർ. ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടടാ, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടടാ. ഇതാ പിടിച്ച മക്കളെ, 4 മാർക്ക്. നോക്ക് മക്കളെ, നോക്ക് ഏതാടാ ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, ഗാന്ധിജി के साथ की पहली मुलाकात के बारे में वाइसरॉय ने डायरी लिखी. അല്ലെ, ഗാന്ധിജി ആയിട്ടുള്ള ആദ്യത്തെ ഒരു മീറ്റ് അല്ലെ, ആ ഒരു മീറ്റിങ്ങിന് ശേഷം നമ്മുടെ വൈസ്രോയ് എന്ത് ചെയ്യാടാ, ഒരു ഡയറി എഴുതുകയാണ്. ദെൻ ഡയറി ലിഖേം, ആ ഡയറിയാണ് എൻ്റെ മക്കൾ എഴുതേണ്ടത്. ഡയറി എഴുതാൻ പഠിച്ചിട്ടില്ലേ? അറിയൂലേ? യെസ്, ഫോർമാറ്റ് ഒക്കെ ഞങ്ങൾക്ക് അറിയാം മിസ്സേ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ എങ്ങനെ എഴുതാ? ഇങ്ങനെ എഴുതും, സിമ്പിൾ ആയിട്ട് എഴുതും, മാർക്ക് കിട്ടും. നോക്കടാ. യെസ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരയ്ക്കുക. ദെൻ ഡേറ്റ് എഴുതുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ താരീഖ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഡേറ്റ് ഇതുപോലെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ദെൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാതലായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ചുരുക്കി നമ്മൾ എഴുതാണ് കേട്ടോ. നോക്കടാ. യെസ്, ഗാന്ധിജി സെ ആജ് മുലാഖാത്ത് ഹുയി അല്ലെ, ഇന്ന് എന്താണ്, ഗാന്ധിജി ആയിട്ട് മീറ്റ് ചെയ്തു, ഞങ്ങൾ സംസാരിച്ചു. ഗസബ് കി ബാത് തി അല്ലെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ ഒരു പ്രൗഡ് അല്ലെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. कूलर वाले कमरे में चर्चा के बीच वे सिकुड़ सिम कर बैठ रहे थे അല്ലെ, കൂളറൊക്കെ ഇട്ട് തണുപ്പിച്ചിട്ടുള്ള ആ ഒരു റൂമിൽ എന്താണ് മൂപ്പർ ഇങ്ങനെ കൂടി ഇരുന്നായിരുന്നു എന്താ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. इस तरह से ആഡംബർ വേ പസന്ത് നഹി കർത്തേ थे. ഇത്തരത്തിലുള്ള ആഡംബരങ്ങളൊന്നും എന്തില്ലായിരുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ചർച്ചാമേ ഉൻകി അൻമനേപ്പൻ കോ ദേഖ് കർ, ആ ചർച്ചയുടെ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇഷ്ടമില്ലായ്മ ഒരു കണ്ട സമയത്ത് പൂച്ചാ ലിയാത്തോ, ഞാൻ ചോദിച്ച സമയത്ത് കഹാക്കി, എന്നോട് പറഞ്ഞു എന്ത്, ഉൻകി ഗഡി കി ചോരി ഹോ ഗയി ഹെ, എന്താണ് അദ്ദേഹത്തിന്റെ വാച്ച് എന്തായിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്. ഓർ വേ ബഡേ അഫ്സോസ് പ്രകട് കിയ, അങ്ങനെ അദ്ദേഹം വളരെ സങ്കടം എന്ത് ചെയ്തു, എന്നോട് പ്രകടിപ്പിച്ചു. ലേക്കിൻ മേരെ മൻ മേം അബ് ഭി യേ സമജ് മീ നഹി ആയാ കി, പക്ഷെ എനിക്ക് അപ്പോഴൊന്നും വല്ലതായിട്ട് അങ്ങ് മനസ്സിലായിട്ടില്ല. എന്താണ്, എനിക്ക് പുരാനെ ഗഡിക്കോ ലേക്കർ വേ മേരി ദാവത്തുക്കോ, ഒരു പഴയ വാച്ച് കാണാതായതിന് മേരി ദാവത്തുക്കോ, എൻ്റെ ഈ ഒരു വിരുന്ന് സൽക്കാരം ക്യോൺ ടാൽ ദേത്തേ ഹേ, എന്തിനു തട്ടിക്കളയണം, ഇതിന്റെ സന്തോഷം എന്തിനില്ലാതാക്കണം, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മേനെ സോച്ചാക്കി, ഞാൻ ചിന്തിച്ചു, എന്ത്, ഉസേക്ക് നൈ ഗഡി ദിലാതും, ഒരു പുതിയ വാച്ച് കൊടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ലേക്കിൻ എന്നാൽ വേസേ മാനേങ്കേ നഹി, പക്ഷെ എന്ത് ചെയ്യില്ല, അദ്ദേഹം എന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കില്ല. ജബ് നാഷ്തേക്ക് ബാരി ആയിത്തോ, അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയം വന്ന സമയത്ത് ഹമാരെ നാഷ്തേക്ക ഉനോനെ ഇൻകാർ കിയ, ഞങ്ങളുടെ ഫുഡ് എന്ത് ചെയ്തു, അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. ഉൻകാ സാദ് ലായ ഗയ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ബക്കറി കെ ദൂദ് സെ ബന ദഹി ഓർ ടൂട്ടെ ചമ്മച്ച് കോ ദേഖ് കർ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ആട്ടിൻ പാല് കൊണ്ടുള്ള മോരിലെ തൈര്, അതുപോലെ എന്താണ്, യെസ്, ആ തൈരും ഒരു പൊട്ടിയ സ്പൂൺ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് മേം ഓർ പത്നി, ഞാനും എൻ്റെ ഭാര്യയും ദേഖ് രഹേ, ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ऐसी एक व्यक्ति को मैंने पहले कभी नहीं देखा हूं, ഇതുപോലത്തെ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. സിമ്പിൾ അല്ലേ, പഠിക്കാൻ പറ്റില്ലേ? യെസ്, സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് 4 മാർക്ക് മേടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാടാ. ഇതങ്ങ് പഠിച്ചോടാ, ഇതങ്ങ് സെറ്റ് ആക്കിക്കോടാ, 4 മാർക്ക് സെറ്റാടാ. യെസ്, ഇതുപോലെ ഇനിയുള്ള ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരും. യെസ്, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ பார்க்கலாம்.